2023 ഒക്ടോബറിലാണ് ഞാനും എൻ്റെ ഫാമിലിയും ആദ്യമായിട്ട് ന്യൂഡൽഹിയിലെത്തുന്നത്. ഞങ്ങളൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ ചെലവഴിച്ച ഓരോ നിമിഷവും ഞാൻ വളരെ പ്രൗഡായിരുന്നു. കാരണം ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് കാരണക്കാരനാരാന്നറിയോ? എൻ്റെ അച്ഛൻ. അദ്ദേഹം സദേൺ റെയിൽവേയിലെ റിട്ടയർഡ് ലോക്കോ പൈലറ്റാണ്. 37 വർഷത്തെ സർവീസിൽ ചലഞ്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങളും അതിനെ നേരിട്ട പ്രൗഡായിട്ടുള്ള സർവീസും അദ്ദേഹത്തിന് ആ വർഷത്തെ സെൻട്രൽ മിനിസ്ട്രിയുടെ 2023 അനുഭവ് ജൂറി അവാർഡിന് അർഹനാക്കി. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഭാഗ്യമാണിത്. ഇന്ത്യൻ റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാരിൽ അവാർഡ് വാങ്ങുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആസ് വെൽ ആസ് ഏക മലയാളി ആയിട്ടുള്ള ലോക്കോ പൈലറ്റ് കൂടിയാണ് അച്ഛൻ. ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കാര്യം, ആ വർഷത്തെ നാഷണൽ അവാർഡ് വെന്യൂ ആയിരുന്ന ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ വെച്ചായിരുന്നു ഈ സെറിമണിയും നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 6 പേരാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നത്. ഞാനും അച്ഛനും അമ്മയും അനിയനും അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും വൈഫും ആയിരുന്നു. അവിടെ കാണുന്ന സ്ക്രീനിൽ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് റെഡിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഓടുന്നുണ്ടായിരുന്നു. അതിൽ എല്ലാ അവാർഡീസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹോണറബിൾ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആയിരുന്നു ചീഫ് ഗസ്റ്റ്. കൂടെ വലിയ വലിയ സ്ഥാപനങ്ങളിലുള്ള ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം IPS IAS ഓഫീസർമാരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം തോന്നിപ്പോയിരുന്നു, നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സ്ഥലം അവിടെയാണല്ലോ ഇന്ന് വന്നിരിക്കുന്നതെന്ന്. എൻ്റെ അച്ഛൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും സന്തോഷവും അഭിമാനവും ടെൻഷനും നിറഞ്ഞ നിമിഷമായിരുന്നു ഇത്. ഞങ്ങൾക്കും എൻ്റെ നാട്ടുകാർക്കും ഇത് വളരെ പ്രൗഡായിട്ടുള്ള മൊമെൻറ്റും ആയിരുന്നു. എനിക്കറിയാം, ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സ്വർഗത്തിലിരുന്ന് എൻ്റെ അച്ഛനായിരിക്കും. അദ്ദേഹമാണ് അച്ഛനെല്ലാം. ചെറിയ പ്രായത്തിൽ ജോലി ചെയ്ത് തുടങ്ങിയതാണ് അച്ഛൻ. അച്ഛാ, 37 years, യു ഡിസേർവ് എ ബിഗ് സല്യൂട്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതിനാണ് ഈ അവാർഡെന്ന് ഇതിൻ്റെ ഒരു ബുക്ക്ലെറ്റിൽ എഴുതി വെച്ചത് കണ്ടപ്പോൾ സന്തോഷവും അഭിമാനവും തോന്നി. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ലൈക്ക് ISRO, DRDO, റെയിൽവേ, അതിൽ നിന്നൊക്കെ ഓരോ ആൾക്കാരെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത്. ഇന്ത്യൻ റെയിൽവേയെ റെപ്രസെൻ്റ് ചെയ്ത് അച്ഛന് പോകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. അങ്ങനെ അവാർഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് ന്യൂസ് ചാനൽസൊക്കെ വന്ന് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ള എല്ലാവരെയും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് മിനിസ്റ്റർ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്കും അവസരം കിട്ടി. പിന്നെ ഫുഡ് സെക്ഷൻ ആയിരുന്നു, പറയണ്ടല്ലോ, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്, ഈവൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ് കിട്ടുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഫാമിലി ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബായ് പറഞ്ഞ് വിഗ്യാൻ ഭവനിൽ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. ഈ സെറിമണീൻ്റെ ഓർഗനൈസേഴ്സ് നമ്മളെ നന്നായി ടേക്ക് കെയർ ചെയ്തെന്ന് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് ഇത്രയും സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്. എനിവേ, താങ്ക് യു സെൻട്രൽ ഗവൺമെൻറ്, താങ്ക് യു അച്ഛ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.